ആസ്ക് PSC കോർണർ. ഇന്ന് നമ്മൾ മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏത്? സിക്കിം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളം. 2026 മെയ്യിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആര്? എ. കൗശികൻ. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തിടെ പട്ടികജാതി വിഭാഗത്തിനായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത്? അജയ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? അസം. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളും അടിയന്തര സഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ജീവൻ. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്രം ആരംഭിച്ച പദ്ധതി ഏത്? ഭവ്യ. IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരം ആര്? വൈഭവ് സൂര്യവംശി. 2026 മെയ്യിൽ അന്തരിച്ച ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരെ സ്ലോ ഫുഡ് പ്രസ്ഥാനം സ്ഥാപിച്ച വ്യക്തി ആര്? കാർലോ പെട്രിനി. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഓപ്പറേഷൻ സീറോ. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ റൈഷ്നിക് അടുത്തിടെ പ്രയോഗിച്ച രാജ്യം ഏത്? റഷ്യ. ആറളം ഫാമിന്റെ കൃഷിയിടങ്ങളിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തുന്നതിനായുള്ള ഓപ്പറേഷൻ ഏത്? ഓപ്പറേഷൻ ഗജമുക്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായത് ആര്? ഡോക്ടർ ജോർജ് ഓണക്കൂർ. അടുത്തിടെ സംസ്ഥാനത്തെ മുഴുവൻ മദ്രസകളിലും ദേശീയ ഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ റോമിൽ വെച്ച് FAO ഡയറക്ടർ ജനറലായ ക്യു ഡോങ്ക്യുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഉൽപ്പന്നം ഏത്? പാലക്കാടൻ ചുവന്ന മട്ട അരി. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏത്?
ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷ അവബോധം വളർത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുന്നതിനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത്? കിഡ് ഗ്ലോ പ്രൊജക്ട്. തൊഴിലില്ലാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുങ്ങിയ രാഷ്ട്രീയ പരിഹാസ കൂട്ടായ്മ ഏത്? കോക്രോച്ച് ജനതാ പാർട്ടി. അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും ദയാവധത്തിന് ഭരണകൂടത്തിന് നടപടിയെടുക്കാമെന്നും അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതി ഏത്? സുപ്രീം കോടതി. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ആര്? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന മൂന്നാമത്തെ മലയാള വനിത ആര്? സുഹറ സിറാജ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ 2022 ഉത്തരവ് അടുത്തിടെ ഔദ്യോഗികമായി പിൻവലിച്ച സംസ്ഥാനം ഏത്? കർണാടക. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? KV തോമസ്. 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി വിദ്യാർത്ഥിനി ആര്? ആര്യ സതീഷ്. 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? പാർക്ക് ചാൻവുക്. 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിതനായത് ആര്? വി വിഷ്ണു. ഇന്ത്യയിൽ ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏത്? പൂനെ. സമുദ്ര ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനകാര്യ സേവന വകുപ്പ് ആരംഭിച്ച ഇൻഷുറൻസ് ഏത്? ഭാരത് മാരിടൈം ഇൻഷുറൻസ് പോൾ. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത് ആര്? നർഗീസ് മുഹമ്മദി. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായുള്ള കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഏത്? അൻപ് വീട്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഏത്? ഡിങ്കപ്പൻ. 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആര്?
സി ജോസഫ് വിജയ്. ഉഡയ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആയി അടുത്തിടെ നിയമിതനായത് ആര്? സൗരഭ് വിജയ്. 2026 മെയ്യിൽ പുതുച്ചേരി മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? എൻ രംഗസ്വാമി. ഹോർമൂസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര സാധ്യമാകുന്നതിനായി അമേരിക്ക ആരംഭിച്ച നാവിക ദൗത്യം ഏത്? പ്രൊജക്ട് ഫ്രീഡം. പാക് കടലിടുക്ക് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ഇഷാങ് സിംഗ്. ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? VD സതീശൻ. അടുത്തിടെ യൂറോപ്പിലെ ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ലിഥിയം ഖനി ആരംഭിച്ച രാജ്യം ഏത്? ഫിൻലാൻഡ്. 2026 സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ആര്? ശശി ശേഖർ വെമ്പതി. 2026 മാധവ മുദ്ര പുരസ്കാരത്തിന് അർഹനായത് ആര്? KS രവികുമാർ. അടുത്തിടെ ഏഷ്യൻ വൈൽഡ് വാട്ടർ ബഫലോകളെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം ഏത്? കൻഹ നാഷണൽ പാർക്ക്. തമിഴ്നാട് മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? നാല്. 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രിക്കോള മോഡൽ നേടിയത് ആര്? നരേന്ദ്രമോദി. 2026-27 ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിനായി പരിഗണിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേഡിയം ഏത്? MA ചിദംബരം സ്റ്റേഡിയം. റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആര്? സൗമ്യ സ്വാമിനാഥൻ. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ആര്? G സുധാകരൻ. ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയിലുള്ള ആകെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പതിനെട്ട്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആര്? KV മോഹനൻ കുമാർ. അടുത്തിടെ ദി ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചത് ആർക്ക്? നരേന്ദ്രമോദി. 2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായി രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആര്?
ഡോക്ടർ ദഗ്ഗുപതി പുരന്തേശ്വരി. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? M. മുകുന്ദൻ. 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം കുതിരപ്പനി റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ചെന്നൈ. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആര്? ഫാത്തിമ സന. 2026 മെയ് 18 കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? VD സതീശൻ. നിലവിലെ CBI ഡയറക്ടർ ആര്? പ്രവീൺ സൂദ്. 2026 മെയ് മാസം ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് 100-ലേറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആര്? പിണറായി വിജയൻ. തമിഴ്നാട്ടിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമായുള്ള നിയമപരമായ പ്രായം എത്ര? വയസ്സ്. ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി, അപ്പോൾ അവിടെ കാണാൻ പറ്റും. കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.